So today we will continue our discussion on non-inertial frames of reference. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത് വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറഞ്ഞു. ഒന്ന് ഇനേർഷ്യൽ, ഒന്ന് നോൺ ഇനേർഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൽ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നോൺ ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവാം, പക്ഷേ ആക്സിലറേഷൻ ഉണ്ടാവാൻ പാടില്ല. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ സീറോ എന്നർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കും. എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന റിലേഷൻ വാലിഡ് ആയിരിക്കും. അങ്ങനത്തെ ഫ്രെയിംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് പറഞ്ഞു, അതായത് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ ആക്സിലറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ കയറ് പൊട്ടിയിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫോഴ്സുകൾ കിട്ടും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു മോഷൻ, വേറൊരു പാർട്ടിക്കിളിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫോഴ്സുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സുകളെ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ദാറ്റ് ബേസിക്കലി അറൈസ് ഫ്രം ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം ഇറ്റ്സെൽഫ്. ആ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സുകളെ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നൗ ഇൻ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് റൊട്ടേറ്റിംഗ് ഫ്രെയിംസ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടോ ദർ ഇസ് എൻ ആക്സിലറേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു വീലിൻ്റെ കറക്കം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട് ഒരു സ്ട്രിങ്ങിൽ കയറിൽ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റൊട്ടേറ്ററി മോഷൻ, സർക്കുലർ മോഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ മാറി വരും. ഓക്കെ, സോ ദർ ഇസ് എൻ ആക്സിലറേഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആക്സിലറേഷൻ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നൊക്കെ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടോ ദർ ഇസ് എൻ ആക്സിലറേഷൻ. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഓഫ് റെഫറൻസുകളെല്ലാം എന്തായിരിക്കും? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൻ്റെ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മെറി ഗോ റൗണ്ട്, അല്ലെങ്കിൽ ജെയിൻറ്റ് വീൽ, അല്ലെങ്കിൽ ഈവൻ എർത്ത് ഈസ് എ റൊട്ടേറ്റിംഗ്. എർത്തിന് രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ട്. ഒന്ന്, എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം സ്വന്തം ആക്സിസിൽ കടന്ന് കറങ്ങുന്നുണ്ട്. 24 മണിക്കൂറാണ് അതിൻ്റെ ടൈം പീരീഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എർത്ത് റിവോൾവ്സ് അറൗണ്ട് സൺ, അപ്പോൾ അതും ഒരു റൊട്ടേറ്ററി മോഷനാണ്. അതിൻ്റെ പീരീഡ് വന്നിട്ട് 365 ഡേയ്സ് ആണ്, 1 ഇയർ. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നമ്മൾ ഇനേർഷ്യൽ പഠിക്കുമ്പോൾ നമ്മളതിൽ എർത്ത് എന്ന് പറയുന്നത് ഇനേർഷ്യലായിട്ട് ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഇറ്റ്സ് എൻ അപ്രോക്സിമേഷൻ. എക്സാക്ട്ലി സ്പീക്കിംഗ് എർത്ത് ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. എർത്തിലുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞാൽ നോൺ ഇനേർഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഒരു സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേറ്ററി മോഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കല്ല് കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുക, സർക്കുലർ മോഷൻ. ഓക്കെ, സപ്പോസ് എ മാസ് എം, കല്ലിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ യൂണിഫോം സർക്കുലർ മോഷൻ. എന്താ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ടേൺഡ് ഇൻ എ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ തിരിഞ്ഞു, അതിനെയാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ മോഷൻ നമ്മൾ എന്ത് വിളിക്കും? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും.
അപ്പോൾ അതിൽ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി എപ്പോഴും മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ മാറി മാറി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ പറയുന്നത് വെച്ചാൽ, അപ്പോൾ ഈ സ്ട്രിങ്ങിൽ കല്ല് കെട്ടി കറക്കുമ്പോൾ ആ സ്ട്രിങ് പൊട്ടുകയാണെങ്കിൽ ആ കല്ല് ആ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് പോകും. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചതാണ്. അതാണ് ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷനിൽ നിന്ന് നമ്മൾ എപ്പോഴും ഈ സർക്കിളിലേക്ക് നമുക്ക് പിടിച്ച് വലിച്ച് ഈ പുതിയ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, ആക്സിലറേഷനെ നമ്മൾ വിളിക്കും സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് മാഗ്നിറ്റ്യൂഡും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, so that centripetal force acceleration is given by omega square r, where r is the radius vector. അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, m omega square r. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സർക്കുലർ മോഷൻ്റെ പുറത്ത് നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം അതിന് പുറത്തുനിന്ന് ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആക്സിലറേഷൻ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ റിയൽ ആക്സിലറേഷൻ. മൈനസ് ഒമേഗ സ്ക്വയർ ആർ ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ്, റേഡിയസ് വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ. അതായത് ആക്സിലറേഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ, അതാണ് അതിൻ്റെ മീനിങ്, ആ നെഗറ്റീവിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഫോഴ്സ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോഴ്സ് ഉള്ളിലേക്കാണ് എന്നാണ് കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി ആ ഫോഴ്സ് കൊടുക്കുന്നത് എന്താ, നമ്മൾ ഉള്ളിലേക്ക് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു. ആ ഫോഴ്സ് കൊടുക്കുന്നത് ആ സ്ട്രിങ് ആണ് കൊടുക്കുക, ആ സ്ട്രിങ് ആണ് പിടിച്ച് വലിക്കുന്നത്. ആ പാർട്ടിക്കിളിനെ എപ്പോഴും ഇതേ ട്രാക്കിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പിടിച്ച് വലിക്കുന്ന ആ സ്ട്രിങ് ആണ്. അതല്ലെങ്കിൽ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇതിപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നിട്ടാണ് നമ്മൾ നോക്കിയത്. സോ നമ്മൾ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഫ്രെയിം ഈസ് ഫിക്സഡ് ആണ്. അങ്ങനത്തെ ഫ്രെയിമിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ആക്സിലറേഷൻ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ആക്സിലറേഷൻ ഒബ്സർവ് ചെയ്തപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് കിട്ടി മൈനസ് ഒമേഗ സ്ക്വയർ ആർ, അല്ലെങ്കിൽ ഫോഴ്സ് കിട്ടി മൈനസ് എം ഒമേഗ സ്ക്വയർ ആർ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൗ ഞാനൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം അസ്യൂം ചെയ്തു. അപ്പോൾ എൻ്റെ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ, എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഞാൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചു. ഓക്കെ, അതായത് XYZ ഒറിജിൻ വന്നിട്ട് ഞാൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചു. നൗ മൈ ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ദ സ്ട്രിങ്. ആ സ്ട്രിങ്ങിൻ്റെ കൂടെയാണ് എൻ്റെ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനും ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ അങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കറങ്ങിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ കല്ലിൻ്റെ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ മാറുകയില്ല. ദ പൊസിഷൻ ഈസ് ആൾവേസ് ഫിക്സഡ്. ഓക്കെ, പൊസിഷൻ മാറുന്നില്ലെങ്കിൽ വെലോസിറ്റി ഈസ് സീറോ, ബിക്കോസ് വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വെലോസിറ്റി സീറോ ആണ്. വെലോസിറ്റി സീറോ ആണെങ്കിൽ ആക്സിലറേഷൻ സീറോ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി സീറോ ആയി, ആക്സിലറേഷൻ സീറോ ആയി, പൊസിഷൻ ഫിക്സഡ് ആയി. ആക്സിലറേഷൻ സീറോ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സീറോ ആയി മാറി. ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കല്ലിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കല്ലിനെ നോക്കിക്കൊണ്ടിരിക്കും, കല്ലിളകുന്നില്ല. സോ ദാറ്റ് മീൻസ് പൊസിഷൻ ഫിക്സഡ്, വെലോസിറ്റി സീറോ, ആക്സിലറേഷൻ സീറോ, ഫോഴ്സ് സീറോ. ഫോഴ്സ് സീറോ ആയി മാറി. ന്യൂട്ടൺസ് ലോ ഇൻവാലിഡ് ആയി. കാരണം ഞാൻ ഏതൊക്കെയാണ് ഫോഴ്സ് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഒരു ഫോഴ്സ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഞാൻ
ആ സ്ട്രിങ്ങിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു പ്രഷർ ഗേജ് വെച്ച് കൊടുക്കാം. ഈ സ്ട്രിങ്ങിൻ്റെ ഇടയ്ക്ക് സ്ട്രിങ്ങിൻ്റെ കുറച്ച് പോർഷൻ മാറ്റിയിട്ട് എനിക്ക് അവിടെ വേണമെങ്കിൽ സ്പ്രിംഗ് ബാലൻസ് വെക്കാം. ഓക്കെ, ഒരു വെയിങ് ബാലൻസ്, സ്പ്രിംഗ് ബാലൻസ്, കോമൺ ബാലൻസ് അല്ല, സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എത്ര ഫോഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് ഏത് ഫ്രെയിമിൽ ഇരുന്നിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഇരുന്നിട്ട് ഞാൻ ഫോഴ്സ് മെഷർ ചെയ്തപ്പോൾ സ്ട്രിങ്ങിന് ഒരു ഫോഴ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതിനെനിക്കൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഇനി വേറെ ഏത് ഫോഴ്സാണ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ വേറെ ഈ സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് വന്നിട്ട് നേരിട്ട് ടുവേർഡ്സ് ദ സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ് വെച്ചിട്ട് വലിച്ചിട്ട് താഴെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ബോൾ വരണം, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ വരണം. പാർട്ടിക്കിൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ ഏതോ ഫോഴ്സ് ഉണ്ട്, എന്നാൽ മാത്രമേ ഇത് അതേ പൊസിഷനിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സിന് ഇറ്റ്സ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എഫ് പ്രൈം എന്ന് പറയുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്, അതായത് മൂവിങ് ഫ്രെയിമാണ്. അപ്പോൾ മൂവിങ് ഫ്രെയിമിൽ ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് എഫ് പ്രൈം ഈക്വൽ ടു എഫ് ഐ പ്ലസ് എഫ് സീറോ, വേർ എഫ് ഐ ഇസ് ദ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സിനെയാണ് ഞാൻ എഫ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് സം അതർ ഫോഴ്സ് എഫ് സീറോ, കാരണം അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എനിക്ക് LHSൽ എന്ത് കിട്ടി? ടോട്ടൽ ഫോഴ്സ് 0 ആണെന്ന് കിട്ടി, കാരണം അത് മൂവ് ചെയ്യുന്നില്ല, ആക്സലറേഷൻ ഒന്നുമില്ല. ഓക്കെ, ദെൻ ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഞാനൊരു സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -m omega square r ആയിരിക്കും. ദെൻ സം എക്സ്ട്രാ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഐ ഡോണ്ട് നോ, എന്ത് ഒറിജിൻ വെച്ചിട്ടാണെന്ന് എനിക്ക് അറിയാത്തൊരു ഫോഴ്സ്, അതാണ് എൻ്റെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് F0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ F0 ഈക്വൽ ടു m omega square r എന്ന് എഴുതാൻ പറ്റും. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, എസ്പെഷ്യലി കെമിസ്ട്രിയിലൊക്കെ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ടിക്കിൾസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ, ഒരു കൊളോയിഡിൽ നിന്ന് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ ദാറ്റ് വർക്ക്സ് ഇൻ ദിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോൾ നമ്മൾ ഈ സ്ട്രിങ് എടുക്കണ്ട, സപ്പോസ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഓക്കെ, സോ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, okay, what is geostationary satellite? Geostationary satellite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ മേലെ ഒരു സാറ്റലൈറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നോക്കിയാലും ഇന്ത്യയുടെ മേലെ തന്നെ ആയിരിക്കും. ഓക്കെ, സച്ച് എ സാറ്റലൈറ്റ് ഈസ് നോൺ ആസ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എർത്ത് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണമാണ് സൂര്യൻ കിഴക്കുന്ന് പടിഞ്ഞാറിലേക്ക് പോകുന്ന മാതിരി നമുക്ക് തോന്നുന്നത്. വി ഫീൽ ദാറ്റ് സൺ ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ബിക്കോസ് എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഓക്കെ, ഇനി അതിൻ്റെ പീരീഡ്, എർത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, ആ റൊട്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഇനി സപ്പോസ് അനദർ സാറ്റലൈറ്റ് വിച്ച് ആൾസോ റിവോൾവ് ദ എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വിത്ത് എ പീരീഡ് ഓഫ് 24 hours. ഓക്കെ, അപ്പോൾ വേറൊരു സാറ്റലൈറ്റ് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് സെയിം ടൈം പീരീഡ് 24 മണിക്കൂർ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് എർത്തിൻ്റെ മേലെ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആരുടെ മൈക്ക് ഓൺ ആണല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പോൾ യെസ്, അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മൾ എർത്തുനിന്ന് ഒബ്സർവ് ചെയ്യണം. എർത്തുനിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് മൂവ് ചെയ്യുന്നില്ല. So that means velocity is 0. എർത്തുനിന്ന് മെഷർ ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ 0 ആണ്. So that means force is 0. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാവും നോക്കുമ്പോൾ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതാണ് ആക്ച്വലി സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ആ സാറ്റലൈറ്റ് നേരെ ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങണം. ഇടിച്ചിറങ്ങുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, സംബഡി എൽസ് ഈസ് പുള്ളിങ് ദാറ്റ് സാറ്റലൈറ്റ് എവേ ഫ്രം എർത്ത്. ദ സെയിം ടൈം എർത്ത് ഈസ് പുള്ളിങ് ടുവേർഡ്സ് ഇറ്റ് സെൻറ്റർ. ഓക്കെ, കാരണം ന്യൂട്ടൺസ് ലോ പ്രകാരം അത് ഉള്ളിലേക്ക് വന്ന് വീഴണം. അങ്ങനെ വീഴുന്നില്ലെങ്കിൽ പുറത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സ് ഈസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അത് പണ്ട് നമുക്ക് അറിഞ്ഞിരുന്നില്ല, പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ആൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഇറ്റ്സ് നോട്ട് എ റിയൽ ഫോഴ്സ്. അത് നമ്മുടെ ചോയ്സ് ഓഫ് ഫ്രെയിമിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ചൂസ് ചെയ്ത ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ റൊട്ടേറ്ററി മോഷൻ്റെ വരുന്ന ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ സിറ്റുവേഷനിലേക്ക് പോകാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സ്ട്രിങ്ങിൻ്റെ കേസാണെങ്കിലും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ കേസാണെങ്കിലും എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിൻ്റെ കൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് ഇൻ മൈ ഫ്രെയിം. എൻ്റെ ഫ്രെയിമിൽ ആ പാർട്ടിക്കിൾ റെസ്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രെയിമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നൗ കൺസിഡർ അനദർ ഫ്രെയിം in which the particle is moving in the non-inertial frame. ആ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ തന്നെ പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇനി അതർ സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി അല്ലാത്ത വേറെ സാറ്റലൈറ്റ്. ഓക്കെ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. വേറെ സാറ്റലൈറ്റ് എടുത്ത് ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന മാതിരി തോന്നും. അതിൻ്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള വെലോസിറ്റി അതായിരിക്കില്ല, കാരണം നമ്മളും മൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്ഷനും കൂടിയും അതിൽ കയറി വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് എടുക്കുക. സോ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അവിടെ വേറൊരു ഫോഴ്സും കൂടി, ഒരു കമ്പോണൻ്റ് ഓഫ് ഫോഴ്സും കൂടി കയറി വരും. അതിന് നമ്മൾ കോറിയോളിക്സ് ഫോഴ്സ് എന്ന് വിളിക്കും. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഒന്ന് ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സണ്ണിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സണ്ണ് സ്റ്റാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം. ഓക്കെ, ഇനി അനദർ ഫ്രെയിം എസ് പ്രൈം. ഓക്കെ, അപ്പോൾ സണ്ണ് എടുക്കണ്ട, സണ്ണ് എടുത്താൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന ഫ്രെയിമിലെ ഒരു ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിമാണ്, അതായത് റൊട്ടേറ്റ് ചെയ്യാത്ത ഫ്രെയിമാണ്, നോ ആക്സിലറേഷൻ. അതിന് ഞാൻ എസ് എന്ന് വിളിച്ചു, ഫ്രെയിം എസ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം, മൂവിങ് ഫ്രെയിം, ദാറ്റ് ഈസ് അതിന് ഞാൻ എസ് പ്രൈം എന്ന് വിളിച്ചു. എസ് പ്രൈം ഫ്രെയിം ദാറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഒമേഗ എന്ന് പറയുന്ന ഒരു ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഒന്നാണെന്ന് വിചാരിക്കുക. എസിൻ്റെയും എസ് പ്രൈമിൻ്റെയും സെൻറ്റർ ഒന്നാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കല്ല് കെട്ടി കറക്കുന്ന കേസിലാണെങ്കിൽ രണ്ടിൻ്റെയും സെൻറ്റർ വന്നിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ഒന്ന് ഫിക്സഡ് ആണ്, ഒരു ഫ്രെയിം ഫിക്സഡ് ആണ്, ഒരു ഫ്രെയിം ആ സ്ട്രിങ്ങിൻ്റെ കൂടെ കറങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഒരു കേസ്. ഓക്കെ, അവിടെ സ്ട്രിങ്ങിൻ്റെ കൂടെ അല്ല, അത് കാരണം സ്ട്രിങ്ങിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കുലർ റെസ്റ്റിലായിരിക്കും. ഇത് വേറെ ഫ്രെയിം. ഓക്കെ, സോ ദ ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. രണ്ടിനും കോമൺ ഒറിജിൻ. ഓക്കെ, ഇനി രണ്ടിൻ്റെ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എനിക്ക് രണ്ട് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യാം, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്തതിൻ്റെ വെലോസിറ്റിനെ ഞാൻ വി എന്നും വിളിച്ചു. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്നതിനെ ഞാൻ വി പ്രൈം എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഈ വിയും വി പ്രൈമും തമ്മിലുള്ള റിലേഷൻ എനിക്ക് എഴുതാൻ പറ്റും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ 1 പ്രകാരം. വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ, ഇക്വേഷൻ നമ്പർ 1. ഇത് എവിടുന്ന കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ. വി പ്രൈം ഈക്വൽ ടു വി മൈനസ് സ്മോൾ വി. അതിലെ വി പ്രൈം എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിമിലുള്ളതും, വി എന്ന് പറയുന്നത് മൂവ് ചെയ്യാത്ത ഫ്രെയിമിലുള്ളതും, സ്മോൾ വി എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ വെലോസിറ്റി, ഫ്രെയിം മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ
വെറും വി എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള വെലോസിറ്റി, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. വി പ്രൈം എന്ന് പറയുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. ഒമേഗ ക്രോസ് ആർ ഇതാണ് ആ ഫ്രെയിമിൻ്റെ വെലോസിറ്റി. ഫ്രെയിം തന്നെ മൂവ് ചെയ്യുന്നൊരു വെലോസിറ്റി ഉണ്ട്, അതാണ് ഒമേഗ ക്രോസ് ആർ. സോ ദാറ്റ് ഇസ് എ റിലേഷൻ. രണ്ട് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. രണ്ടല്ല 3 വെലോസിറ്റി വരുന്നുണ്ട് അവിടെ. ഒന്ന് ഫ്രെയിമിൻ്റെ വെലോസിറ്റി, ഒന്ന് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻ ഇനേർഷ്യൽ ഫ്രെയിം, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഓക്കെ, ശരി. അപ്പോൾ അതിന് ഞാൻ വെലോസിറ്റീനെ ഞാൻ dr/dt എന്ന് എഴുതി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്റ്റർ, അതായിരിക്കും വെലോസിറ്റി. ഓക്കെ, സോ എനിക്ക് ഈ ഇക്വേഷൻ 1നെ ഇങ്ങനെ എഴുതാൻ പറ്റും. dr/dt ഇൻ ദ ഫ്രെയിം S, ദാറ്റ് ഈസ് ഈക്വൽ ടു dr/dt ഇൻ ദ ഫ്രെയിം S പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു ഓപ്പറേറ്റർ ഫോമിൽ എഴുതാണ്. ഓപ്പറേറ്റർ ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആർ പുറത്തേക്ക് എടുക്കുക. സോ d/dt ഇൻ ദ ഫ്രെയിം S ഇൻറ്റു ആർ ഈക്വൽ ടു d/dt ഇൻ S പ്രൈം പ്ലസ് ഒമേഗ ക്രോസ്, അത്രയും ഒരു ഓപ്പറേറ്റർ ആയിട്ട് എഴുതി ഒരു ബ്രാക്കറ്റിൽ. ഓപ്പറേറ്റർ വർക്കിംഗ് ഓൺ വെക്ടർ ആർ. അപ്പോൾ ആറിന് എടുത്തിട്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേറ്റർ ഫോമിൽ എഴുതി. രണ്ട് ഇക്വേഷൻ സെയിം തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വെലോസിറ്റികൾ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി ആക്സിലറേഷൻസ് തമ്മിലുള്ള റിലേഷൻ കിട്ടണമെങ്കിൽ ഇതിലെ ഈ പൊസിഷൻ വെക്ടർ ആറിനെ മാറ്റിയിട്ട് വെലോസിറ്റി വെക്ടർ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് കിട്ടും? ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ഞാൻ ആറിന് പകരം വി എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ആറിന് പകരം ഞാൻ വി കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടി dv/dt ഇൻ ദ ഫ്രെയിം S ഈക്വൽ ടു dv/dt ഇൻ ദ ഫ്രെയിം S പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വി. അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, വെർ വി ഇസ് ദ എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ്, പാർട്ടിക്കിൾ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ ആണ്. അപ്പോൾ ഈ വെറും വിക്ക് പകരം ഈ എക്സ്പ്രഷൻ RHSൽ മാത്രം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ RHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ LHS സെയിം ആണ്. dv/dt ഇൻ ദ ഫ്രെയിം S ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ ഇൻ ദ ഫ്രെയിം S പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് വിക്ക് പകരം വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ dv'/dt ഫസ്റ്റ് ടേം പ്ലസ് ഒമേഗ ക്രോസ് ആറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിന് തന്നെ 2 കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമ്പോൾ d⍵/dt ക്രോസ് ആർ പ്ലസ് ഒമേഗ ക്രോസ് dr/dt ഇൻ ദ ഫ്രെയിം S പ്രൈം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിഫറൻഷ്യൽ കഴിഞ്ഞു. പ്ലസ് ഈ ഒമേഗ ക്രോസ് ആ ബ്രാക്കറ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിടാം. ഈ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമേഗ ക്രോസ് വി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 5 5 ടേം ഉണ്ട്. 5 ടേമിലെ രണ്ടാമത്തെ ടേം നോക്കുക. രണ്ടാമത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു d⍵/dt ഉണ്ട്. ഓക്കെ, d⍵/dt പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ഞാൻ പറഞ്ഞു ആ ഫ്രെയിം മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ d⍵/dt എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ടേം 0 ആയി പോയി. ഓക്കെ, ഇനി തേർഡ് ടേം കൺസിഡർ ചെയ്യാം. തേർഡ് ടേം കൺസിഡർ ചെയ്യുമ്പോൾ ഒമേഗ ക്രോസ് dr/dt ഇൻ ദ ഫ്രെയിം S പ്രൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഇൻ ദ S പ്രൈം അത് വി പ്രൈം ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് വി പ്രൈം ആയിട്ട് മാറും. നാലാമത്തെ ടേം എന്താണ്? ഒമേഗ ക്രോസ് വി പ്രൈം ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 ടൈംസ് ഒമേഗ ക്രോസ് വി പ്രൈം വരും. അഞ്ചാമത്തെ ടേം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ dv/dt ഇൻ ദ ഫ്രെയിം S. ഓക്കെ,
So that is equal to dv prime by dt plus 2 omega cross v prime plus omega cross r. Okay. അപ്പോൾ അതിലെ ഈ ഡി വി ബൈ ഡി ടിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെ ആക്സലറേഷൻ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഈക്വൽ ടു എ പ്രൈം പ്ലസ് ഈ രണ്ട് ടേം 2 ഒമേഗ ക്രോസ് വി പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ആക്സലറേഷൻ, ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സലറേഷൻ, ഇതാണ് റിയൽ ആക്സലറേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്രൈം എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് ഫ്രെയിമിലുള്ള നമ്മൾ മെഷർ ചെയ്യുന്ന ആക്സലറേഷൻ. ഓക്കെ, എ പ്രൈം പ്ലസ് വേറെ രണ്ട് ആക്സലറേഷൻ കൂടി ഉണ്ട്. അതിൽ ഒന്ന് ഒമേഗ സ്ക്വയർ ആർ ആണ്. ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആർ ആണ്. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടേം 2 ഒമേഗ ക്രോസ് വി പ്രൈം, അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കാൾഡ് കോറിയോളിസ് ആക്സലറേഷൻ. ഓക്കെ, അപ്പം ഇനി ഫോഴ്സുകൾ എഴുതണമെങ്കിൽ ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ ഈ എക്സ്പ്രഷനെ മൊത്തം എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും എഫ് ഈക്വൽ ടു എഫ് പ്രൈം പ്ലസ് 2 എം ഒമേഗ ക്രോസ് ആർ പ്ലസ് എം ഒമേഗ ക്രോസ് ആർ. അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഫ് പ്രൈം ഈക്വൽ ടു എഫ് മൈനസ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ രണ്ട് ടേം വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഴുതി. റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് എഴുതി. അപ്പോൾ ഈ കേസിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും. ഒന്നിനെ നമ്മൾ വിളിക്കും കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, സോ കോറിയോളിസ് ഫോഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഈവൻ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ആ പാർട്ടിക്കിളിൽ ഒരു വെലോസിറ്റി വരണം, പാർട്ടിക്കിൾ മൂവ് ചെയ്യണം, എന്നാൽ മാത്രമാണ് കോറിയോളിസ് ഫോഴ്സ് വരുന്നത്. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനിൽ ഒമേഗ ക്രോസ് ആർ എന്നല്ല, ഒമേഗ ക്രോസ് വി എന്നാണ്. 2 എം ഒമേഗ ക്രോസ് വി എന്നാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആർ അല്ല, ദിസ് ഈസ് വി പ്രൈം ആണ് ശരിക്കും വരിക. സോറി ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് വി പ്രൈം ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സ്ലൈഡിലും അങ്ങനെ തന്നെ ആയിരിക്കും, അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ സോ ദിസ് പാർട്ട് ഈസ് കാൾഡ് ദ കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ റൊട്ടേറ്ററി മോഷനിൽ തന്നെ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലും ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് അനദർ ഫോഴ്സ് ദാറ്റ് ഈസ് കാൾഡ് കോറിയോളിസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് ഒക്കെ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എ 2 kilogram സ്റ്റോൺ അറ്റാച്ച്ഡ് ടു എ 1 meter ലോങ് സ്ട്രിങ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഒരു കല്ല് കെട്ടി കറക്കുക. അപ്പോൾ കല്ലിൻ്റെ വെയിറ്റ് 2 kilogram, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 1 meter അല്ലെങ്കിൽ റേഡിയസ് ഈസ് 1 meter. ഓക്കെ, ആൻഡ് ഇറ്റ് മേക്സ് 3 revolutions per second. ആംഗുലർ വെലോസിറ്റി വേറെ ഫോമിലാണ്, കറക്റ്റ് ആംഗുലർ വെലോസിറ്റിയുടെ ഫോമിലല്ല, ഫ്രീക്വൻസിയാണ് ശരിക്കും. 3 revolutions per second തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആംഗുലർ വെലോസിറ്റി ആക്കണമെങ്കിൽ ഒരു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, then calculate the force on the stone as measured in inertial frame and non-inertial frame rotating with the string. ഇത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു ഇനേർഷ്യൽ ഫ്രെയിമിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mr² ഒമേഗ, എം ഒമേഗ സ്ക്വയർ ആർ മൈനസ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട് എഫ് ഈക്വൽ ടു മൈനസ് mr ഒമേഗ സ്ക്വയർ. ഒമേഗ ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2π ന്യൂ. ഓക്കെ, ഇവിടെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2π ന്യൂ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറൗണ്ട് 710 ന്യൂട്ടൺ മൈനസ് 710 ന്യൂട്ടൺ ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ ആ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഉള്ളിലേക്കാണെന്ന് അർത്ഥം. സോ ദാറ്റ് ഈസ് ദ റിയൽ ഫോഴ്സ്, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് അതാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് സ്ട്രിങ്ങിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സോ ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F0 ഈക്വൽ ടു പ്ലസ് mr ഒമേഗ സ്ക്വയർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്.
ഓക്കെ, സോ അതും എന്തായിട്ട് മാറും? 710 ന്യൂട്ടൺ തന്നെയായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഔട്ട്വേർഡ്, നേരെ റേഡിയസ് വെക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ ഫോഴ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ടോട്ടൽ ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് സീറോ ഫോഴ്സ് ആയിരിക്കും. ബിക്കോസ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്, വെലോസിറ്റി ഈസ് സീറോ, ആക്സലറേഷൻ ഈസ് സീറോ, ദർ ഈസ് നോ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായി. അത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ തന്നെ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതല്ല, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ തന്നെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പാർട്ടും കൂടി വരും, വേറൊരു കോൺട്രിബ്യൂഷനും കൂടി കയറി വരും. സോ ദാറ്റ് ഈസ് കാൾഡ് കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, അവിടെ രണ്ട് കമ്പോണൻറ്റ് വരും ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്. ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒന്ന് കോറിയോളിസ് ഫോഴ്സും. ഓക്കെ, ഇനി ഈ കോറിയോളിസ് ഫോഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിനൊരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, എർത്തിൽ തന്നെ നമുക്കത് റിയലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അസൈൻമെൻ്റ് ആയിട്ട് തരാം. അത് നിങ്ങൾ ചെയ്തിട്ട് LMSൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്സ്? Okay, so doubts ഒന്നും ഇല്ലെങ്കിൽ we'll stop the class.